55 സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 55 സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും.
ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 55 സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 55 സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFEയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 55 സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ചേച്ചി ഒന്ന് ത്രെഡ് ചെയ്യണം. കൊറേ നാളായല്ലോ കണ്ടിട്ട്. നമ്മളെയൊക്കെ മറന്ന് വേറെ ബ്യൂട്ടി പാർലറിൽ പോകാൻ തുടങ്ങിയല്ലേ? പക്ഷെ ഒന്നും പറയണ്ട, എന്റെ ചേച്ചി കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. എന്താന്ന് നിന്നോട് ഞാൻ ജോലി കിട്ടിയപ്പോ KSFEയുടെ ചിട്ടി പോയി ചേരാൻ പറഞ്ഞതല്ലേ? ആലേ, പക്ഷെ ഇനി കൊണ്ട് എന്താ ചേച്ചി കാര്യം? സമയം വൈകിട്ടൊന്നുമില്ല. നീ KSFEയുടെ ഗാലക്സി ചിട്ടി സീരീസ് 2 പോയി ചേരും. കവിളിൽ മറുകുള്ള ഒരു കൊച്ചു ഇവിടെ വർണ്ണം കണ്ടിട്ടുണ്ടോ? ആ കൊച്ച് സീരീസ് 1 ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കല്യാണം നടത്തിയ വകയില് മേക്കപ്പ് ഇട്ട പൈസ എനിക്കത് ചിട്ടി പിടിച്ചിട്ടല്ലേ തന്നത്. മാത്രമല്ല സീരീസ് 1 ഐഫോൺ അല്ലേ സമ്മാനം. മിക്കവാറും അത് അവക്ക് തന്നെ കിട്ടും. സീരീസ് 2 സമ്മാനം 3500 രൂപയുടെ ഓണക്കോടിയാണ് സമ്മാനം. അത് കൊള്ളാം. അത് കിട്ടണമെങ്കിൽ ചേച്ചിക്ക് എന്നെ തരണം. ഖാദിയുടെ ഓണക്കോടിയാണ് മോളെ. എന്നാ പിന്നെ ചേച്ചിക്ക് ഒരെണ്ണം എടുത്താ പോരെ? ഞാൻ ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ലക്ഷ്യം ബെൻസ് കാറാണ്. ഫെബ്രുവരി 28, 2025 വരെ ഗാലക്സി ചിറ്റിയിൽ ചേർന്ന ഒരു ഭാഗ്യശാലിക്ക് മെഗാ സമ്മാനമായി ബെൻസ് കാർ കിട്ടും. 17 പേർക്ക് ഇന്നോവ കാറുണ്ട്. എനിക്കതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എന്നാ വേഗം ത്രെഡ് ചെയ്ത് വെച്ചി. ഇത് കഴിഞ്ഞിട്ട് KSFE പോയി ചിട്ടി ചേർന്നിട്ട് ചേച്ചിയുടെ അവിടെ 4 മണിക്ക് ഫേഷ്യൽ ചെയ്യാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓഹോ, ഓൺലൈനായി ചിട്ടി അടയ്ക്കാൻ പവർ ആപ്പ് ഉള്ള കാര്യം ഒരിക്കലും ഞാൻ പറഞ്ഞു തരൂല മോളെ. എന്തുവാ ചേച്ചി? ഒന്നുമില്ല.
ഇതുപോലുള്ള കോമ്പോസിഷൻ എനിക്ക് ഇനി വരുമോ? എവിടെ നിന്ന് വരാൻ? അന്തസ്. ഈ പാട്ട് പാടിയിട്ടല്ലേ പണ്ട് ഇവൻ രേഷ്മേനെ വളച്ച്. ദൈവം സഹായിച്ച് നമുക്കതിനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഇയാള് പിന്നെ രാഷ്ട്രീയ കളിച്ച് ഭയങ്കര ഗൗരവത്തിൽ നടക്കുമല്ലായിരുന്നു. പണ്ടത്തെ പുലി വീട്ടിലിപ്പോ എലിയാന്നാ നീ ഇത് പറഞ്ഞ. ഈ വിളക്കുണ്ട്. ആ വാ വാ, അടിച്ചു കയറി വാ. സോറി മക്കളെ, വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നീ പുതിയ വണ്ടി എടുത്താ? ഞാൻ ആ സെഡാനം കൊടുത്തിട്ട് ഒരു SUV അങ്ങ് എടുത്ത്. ഒരേ സ്ഥലത്ത് പഠിച്ച് ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്തു. എന്നിട്ട് നിനക്ക് മാത്രം ഇവിടെ നടാവോ ഇത്രയും പൈസ? അവൻ പണ്ടേ സേവിങ്സിന്റെ ആളല്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കിട്ടുന്ന പൈസ മൊത്തം അവൻ KSFിലെ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പണ്ടേ സേവ് ചെയ്യേണ്ടായിരുന്നു. ആകെയുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ FD ഇട്ടത് മാത്രം. ആര് പറഞ്ഞു നീ പറ്റില്ലാന്ന്? നിന്റെ ഒരു FD ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വളർത്താലോ. അതെങ്ങനെ? നീ ആ ഫണ്ട് എടുത്തിട്ട് KSFില് ഒരു മുടക്കച്ചിട്ടി കയറി. മുടക്കച്ചിട്ടിയോ? അതെന്തുവാ? ഈ മുടക്കച്ചിട്ടി എന്ന് വെച്ചാൽ ആരെങ്കിലും തുടങ്ങി വെച്ച ചിട്ടിയായിരിക്കും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ ചിട്ടി തുടങ്ങിയപ്പോൾ മുതലുള്ള മാസത്തവണ അടച്ച് നമുക്ക് ആ ചിട്ടി ചേരാം. ഓ, അത് തന്നെ, മുടക്കച്ചിട്ടി ആയിരുന്നു. നിനക്ക് നേരത്തെ വിളിച്ചെടുക്കാൻ പറ്റും. ആ പൈസ എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ പലിശ വെച്ചിട്ട് നിനക്ക് KSFില് വേറെ ചിട്ടിക്കും ചേരാം. KSFിയുടെ വന്ദനം പദ്ധതി ഉള്ളത് കാരണം 60 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 8.75% വരെ പലിശയും കിട്ടും. ഇത് കൊള്ളാലോ. ഞാൻ എന്റെ ഓൾ ഇന്ത്യ ട്രിപ്പിന് എങ്ങനെ പൈസ കണ്ടെത്തുന്ന ആലോചിച്ചിരിക്കുന്നു. അപ്പൊ നീ എങ്ങോട്ടാ? മസനഗുഡി വഴി ഊട്ടി. സൂപ്പർ. ബിന്ദു ടീച്ചറെ റിട്ടയർ ആയല്ലേ? ടീച്ചറിനെ കണ്ട ആരെങ്കിലും പറയൂ റിട്ടയർ ആയെന്ന്? റിട്ടയർഡ് ആയിട്ട് 6 മാസമായി മാഷേ. മനസ്സമാധാനം ഉണ്ടെങ്കിലേ പ്രായം കൂടില്ല. ഈ മനസമാധാനം കടയിൽ നിന്ന് കഴിക്കാൻ കിട്ടൂ ടീച്ചറെ. അങ്ങനെ ആയിരുന്നെങ്കിൽ വല്ല പാടും ഉണ്ടായിരുന്നോ? മാഷിന്റെ കോമഡിക്കൊന്നും ഒരു മാറ്റമില്ലല്ലോ. എന്റെ മാഷേ, ഞാനില്ലേ എന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എല്ലാം KSFി നേട്ടം സ്കീമിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മറ്റു ഒരിടത്തും കിട്ടാത്ത അധിക നേട്ടാണ് KSFിയിൽ. 444 ദിവസത്തിന് 8.5% പലിശയും കിട്ടും. പിന്നെ നമ്മുടെ KSFി ആയതുകൊണ്ട് 100% സുരക്ഷിതമാണ്. ഇതാണ് മാഷേ എന്റെ മനസ്സമാധാനം. മനസ്സിലായോ മാഷിന്? ശരി ടീച്ചറെ. ശരി. KSFി നേട്ടം പ്ലസ് പദ്ധതിയിൽ 444 ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ നേടാം. കൂടാതെ ചിട്ടിപ്പണം നിക്ഷേപിക്കുന്നതിന് 8.75% പലിശയും നേടാം. KSFിയിലെ നിക്ഷേപങ്ങൾക്ക് ഇനി അധിക നേട്ടം. പണം പോട്ടെ, അവർ വരട്ടെ. ഈ കിട്ടുന്ന പൈസ മുഴുവൻ ചെലവാക്കി കളയാതെ കുറച്ച് സേവ് ചെയ്തൂടെ? എടാ സേവ് ചെയ്താൽ ഐഫോൺ മേടിക്കാൻ പറ്റൂ. സേവും ചെയ്യാം, ഐഫോണും നേടാം. ഹൗക്കം? KSFി ഗാലക്സി സിറ്റിയിൽ ചേർന്നാൽ സേവും ചെയ്യാം, ഐഫോണും നേടാം. ഐഫോൺ മാത്രമല്ല, ബെൻസ് കാറും ഇന്നോവയും ഒക്കെ നേടാം. KSFി ഗാലക്സി സിറ്റിയിൽ ചേർന്നാൽ ഇനി പണം പോവാതെ പവർ വരും. എടാ ഒന്നും ഓർഡർ ആക്കിയതല്ല, KSFി പോകാൻ ക്യാബ് ബുക്ക് ചെയ്തത്. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. KSFി പ്രീമിയം ഗോൾഡ് ലോൺ. താരതമ്യങ്ങളില്ലാത്ത സ്വർണ്ണപ്പണയ വായ്പ. സ്വർണ്ണവിലയുടെ 85% വരെ മിതമായ നിരക്കിൽ നിമിഷങ്ങൾ കൊണ്ട് ലഭിക്കുന്നു. ബുദ്ധിയുള്ളവർ എല്ലാ കാര്യവും ശ്രദ്ധിച്ചേ ചെയ്യൂ എന്നതാണ് ഈ കഥയിലെ ഗുണപാഠം. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂട് കളയണ്ട. സ്വർണം KSFിലുണ്ടാക്കി അല്ല പിന്നെ. സ്വർണ്ണവിലക്കിലിങ്ങണക്കിലിങ്ങണല്ലോ. KSFി ഗോൾഡ് ലോൺ. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFി ഗോൾഡ് ലോൺ.
ഇതെന്താ പൊന്നാണോ തൂക്കുന്നേ? ആ വലിയ മീനെടുത്തങ്ങ് വെക്ക് ചേച്ചി. ഉള്ള പൊന്നൊക്കെ പണയം വെച്ചിട്ടാ മോളെ ഈ പണിക്കിറങ്ങിയത്. കൊള്ള പലിശയാന്നേ. ഞാനൊരു വഴി പറയട്ടെ. ഈ മാസം 15-ാം തീയതി കഴിഞ്ഞ ശമ്പളം മടുത്തു. നിന്റെ ജ്യൂസറുടെ പ്ലാനൊക്കെ എന്തായി? അതിന് കാശ് വേണ്ടേ? ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. ചേച്ചി അതെ, സാലറി മനഃപൂർവ്വം ഡിലേ ചെയ്യുന്നല്ലോ കേട്ടോ. കുറഞ്ഞ പലിശയ്ക്ക് കുറച്ച് ഫണ്ട് നോക്കുന്നുണ്ട്. അപ്പം അല്ലേ ശരിയാക്കാം. ഞാനൊരു വഴി പറയട്ടെ സർ. എന്താ ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? ഈ കയ്യും വെച്ചോ, എല്ലാം ഭേദമായിട്ട് പോയാൽ മതി. പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFE സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. സ്വർണ്ണമൊക്കെ എടുത്ത് KSFE വെച്ച് കേട്ടാ, ഇപ്പൊ മനസമാധാനം ഉണ്ട്. മൂന്ന് മണിക്കാണ് മീറ്റിംഗ്. അതിനുമ്പ് വരാൻ പറ്റുമോ? ആ ഷുവർ സർ. ശരി. രേഷ്മ പോയില്ലേ? എപ്പോഴും പോയി വന്നു. ഓക്കെ. ഹലോ, കാശ് കിട്ടി, ബില്ലൊക്കെ അടച്ചു. താങ്ക്സ് ചേച്ചി. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ശ്രമമല്ലെന്നറിയാമല്ലോ. ഇത് ശരിയാവും. ശരിയായ പറ്റൂ ഏട്ടത്തി. നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ. രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കണം. എത്താം. വീണു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ പറയണം കേട്ടോ. ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം. അമ്മയുടെ ഡയലോഗ് വിലക്കി, പക്ഷെ എങ്ങനെ കൊടുക്കും? KSFE ചിട്ടി ചേർന്നത് വെറുതെയാ? വെറും ഡയലോഗല്ല, കൊടുക്കും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കട്ട്ലറ്റ് പൊളിച്ചു കേട്ടോ. അച്ഛന്റെ ഹോട്ടലെ പോലെ അല്ല. എന്നാലും അനിയൻ ആരുടെ സഹായം ഇല്ലാതെ ബിസിനസ് സക്സസ് ആക്കിയല്ലോ. ആരുടെയും സഹായമില്ലെന്നാ? വീണു പോകുന്നൊരവസ്ഥ വന്നാ വിളിക്കണമെന്ന് ഏട്ടത്തി എന്നൊരു വാക്ക് പറഞ്ഞ ഓർമ്മയില്ലേ? ആ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത്. KSFE ചിട്ടിയുള്ള ധൈര്യത്തിലാ ഞാൻ ആ വാക്ക് പറഞ്ഞത്. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ശ്രമമല്ലെന്നറിയാമല്ലോ. ഇത് ശരിയാവും. ശരിയായ പറ്റൂ ഏട്ടത്തി. നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ. രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കണം. എത്താം. വീണു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ പറയണം കേട്ടോ. ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം. കട്ട്ലറ്റ് പൊളിച്ചു കേട്ടോ. അച്ഛന്റെ ഹോട്ടലെ പോലെ അല്ല. എന്നാലും അനിയൻ ആരുടെ സഹായം ഇല്ലാതെ ബിസിനസ് സക്സസ് ആക്കിയല്ലോ. ആരുടെയും സഹായമില്ലെന്നാ? വീണു പോകുന്നൊരവസ്ഥ വന്നാ വിളിക്കണമെന്ന് ഏട്ടത്തി എന്നൊരു വാക്ക് പറഞ്ഞ ഓർമ്മയില്ലേ? ആ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത്. KSFE ചിട്ടിയുള്ള ധൈര്യത്തിലാ ഞാൻ ആ വാക്ക് പറഞ്ഞത്. വെക്കേഷന് ടൂർ പോകുമ്പോ ഏടത്തെയും മോനെയും കൂടി വിളിക്കാലോ അല്ലേ? അതിന് ഈ കാറൊന്നും പറ്റില്ലല്ലോ. പുതിയ ബെൻസ് കാർ ആയാലോ? മെഗാ സമ്മാനം ബെൻസ് കാറാ. 17 ഇന്നോവ ക്രിസ്റ്റയാണ് രണ്ടാം സമ്മാനം. നിങ്ങൾ സർപ്രൈസ് ഇടാണ്ട് കാര്യം പറ. KSFE ഗാലക്സി ചിട്ടിയുടെ കാര്യം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ശ്രമമല്ലെന്നറിയാമല്ലോ. ഇത് ശരിയാവും. ശരിയായ പറ്റൂ ഏട്ടത്തി. നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ. രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കണം. എത്താം. വീണു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ പറയണം കേട്ടോ. ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം. അമ്മയുടെ ഡയലോഗ് വിലക്കി, പക്ഷെ എങ്ങനെ കൊടുക്കും? KSFE ചിട്ടി ചേർന്നത് വെറുതെയാ? വെറും ഡയലോഗല്ല, കൊടുക്കും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ஞாபகம் മനം ഈ ജ്ഞാപകം പോലുള്ള കോമ്പോസിഷൻ എനിക്ക് ഇനി വരുമോ? എവിടെ നിന്ന് വരാൻ? അന്തസ്. ഈ പാട്ട് പാടിയിട്ടല്ലേ പണ്ട് ഇവൻ രേഷ്മേനെ വളച്ച്. ദൈവം സഹായിച്ച് നമുക്കതിനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഇയാള് പിന്നെ രാഷ്ട്രീയ കളിച്ച് ഭയങ്കര ഗൗരവത്തിൽ നടക്കുമല്ലായിരുന്നു. പണ്ടത്തെ പുലി വീട്ടിലിപ്പോ എലിയാന്നാ നീ ഇത് പറഞ്ഞ. ഈ വിളക്കുണ്ട്. വാ വാ
അടിച്ചു കയറി വാ. സോറി മക്കളെ, വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നീ പുതിയ വണ്ടി എടുത്താ? ഞാൻ ആ സെഡാനം കൊടുത്തിട്ട് ഒരു SUV അങ്ങ് എടുത്ത്. ഒരേ സ്ഥലത്ത് പഠിച്ച് ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്തു. എന്നിട്ട് നിനക്ക് മാത്രം ഇവിടെ നടാവോ ഇത്രയും പൈസ? അവൻ പണ്ടേ സേവിങ്സിന്റെ ആളല്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കിട്ടുന്ന പൈസ മൊത്തം KSFിലെ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പണ്ടേ സേവ് ചെയ്യേണ്ടായിരുന്നു. ആകെയുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ FD ഇട്ടത് മാത്രം. ആര് പറഞ്ഞു നീ പറ്റില്ലാന്ന്? നിന്റെ ഒരു FD ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വളർത്താലോ. അതെങ്ങനെ? നീ ആ ഫണ്ട് എടുത്തിട്ട് KSFില് ഒരു മുടക്കച്ചിട്ടിക്ക്. മുടക്കച്ചിട്ടിയോ? അതെന്തുവാ? ഈ മുടക്കച്ചിട്ടി എന്ന് വെച്ചാൽ ആരെങ്കിലും തുടങ്ങി വെച്ച ചിട്ടിയായിരിക്കും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ ചിട്ടി തുടങ്ങിയപ്പോൾ മുതലുള്ള മാസത്തവണ അട അൻപത്തഞ്ച് സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFEയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ചേച്ചി ഒന്ന് ത്രെഡ് ചെയ്യണം. കൊറേ നാളായല്ലോ കണ്ടിട്ട്. നമ്മളെയൊക്കെ മറന്ന് വേറെ ബ്യൂട്ടി പാർലറിൽ പോകാൻ തുടങ്ങിയല്ലേ?
പക്ഷെ ഒന്നും പറയണ്ട, എന്റെ ചേച്ചി കുറച്ച് കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. എന്താന്ന് നിന്നോട് ഞാൻ ജോലി കിട്ടിയപ്പോ KSFE ചിട്ടി പോയി ചേരാൻ പറഞ്ഞതല്ലേ? ആലേ, പക്ഷെ ഇനി കൊണ്ട് എന്തേച്ചി കാര്യം? സമയം വൈകിട്ടൊന്നുമില്ല. നീ KSFE ഗാലക്സി ചിട്ടി സീരീസ് 2 പോയി ചേരും. കവളിൽ മറുകുള്ള ഒരു കൊച്ചു ഇവിടെ വർണ്ണം കണ്ടിട്ടുണ്ടാ? ആ കൊച്ച് സീരീസ് 1 ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കല്യാണം നടത്തിയ വകയില് മേക്കപ്പ് ഇട്ട പൈസ എനിക്കത് ചിട്ടി പിടിച്ചിട്ടല്ലേ തന്നത്. മാത്രമല്ല സീരീസ് 1 ഐഫോൺ അല്ലേ സമ്മാനം. മിക്കവാറും അത് അവക്ക് തന്നെ കിട്ടും. സീരീസ് 2 സമ്മാനം 3500 രൂപയുടെ ഓണക്കോടിയാണ് സമ്മാനം. അത് കൊള്ളാം. അത് കിട്ടണമെങ്കിൽ ചേച്ചിക്ക് എന്നെ തരണം. ഖാദിയുടെ ഓണക്കോടിയാണ് മോളെ. എന്നാ പിന്നെ ചേച്ചിക്ക് ഒരെണ്ണം എടുത്താ പോരെ? ഞാൻ ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ലക്ഷ്യം ബെൻസ് കാറാണ്. ഫെബ്രുവരി 28, 2025 വരെ ഗാലക്സി ചിറ്റിയിൽ ചേരുന്ന ഒരു ഭാഗ്യശാലിക്ക് മെഗാ സമ്മാനമായി ബെൻസ് കാർ കിട്ടും. 17 പേർക്ക് ഇന്നോവ കാറുണ്ട്. എനിക്കതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എന്നാ വേഗം റെഡി ചെയ്ത് വെച്ച്. ഇത് കഴിഞ്ഞിട്ട് KSFE പോയി ചിട്ടി ചേർന്നിട്ട് സൂചിച്ചിട്ട് അവിടെ 4 മണിക്ക് ഫേഷ്യൽ ചെയ്യാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓഹോ, ഓൺലൈനായി ചിട്ടി അടയ്ക്കാൻ പവർ ആപ്പ് ഉള്ള കാര്യം ഒരിക്കലും ഞാൻ പറഞ്ഞു തരൂല മോളെ. എന്തുവാ ചേച്ചി? ഒന്നുമില്ല. 55 സംവത്സരം കൊണ്ട് സ്ഥാപനത്തെ വാനോളം വളർത്തിയ ഇടപാടുകാരെ ഈ പിറന്നാൾ വേളയിൽ KSFE ചേർത്ത് പിടിക്കുന്നു. KSFE കസ്റ്റമർ മീറ്റ് 2024 നവംബർ 6 മുതൽ ഡിസംബർ 6 വരെ എല്ലാ ശാഖയിലും. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. ഈ ജ്ഞാപകം പോലുള്ള കോമ്പോസിഷൻ എനിക്ക് ഇനി വരുമോ? എവിടെന്ന് വരാൻ അന്തസ്. ഈ പാട്ട് പാടിയിട്ടല്ലേ പണ്ട് ഇവൻ രേഷ്മേനെ വളച്ച്. ദൈവം സാധിച്ച് നമുക്കതിനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഇയാള് പിന്നെ രാഷ്ട്രീയ കളിച്ച് ഭയങ്കര ഗൗരവത്തിൽ നടക്കുമല്ലായിരുന്നു. പണ്ടത്തെ പുലി വീട്ടിലിപ്പോ എലിയാന്നാ നീ ഇത് പറഞ്ഞ. ഈ വിളക്കുണ്ട്. ആ വാ വാ, അടിച്ചു കയറി വാ. സോറി മക്കളെ, വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നീ പുതിയ വണ്ടി എടുത്താ? ഞാൻ ആ സെഡാനം കൊടുത്തിട്ട് ഒരു SUV അങ്ങ് എടുത്ത്. ഒരേ സ്ഥലത്ത് പഠിച്ച് ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്തു. എന്നിട്ട് നിനക്ക് മാത്രം ഇവിടെ നടാവോ ഇത്രയും പൈസ? അവൻ പണ്ടേ സേവിങ്സിന്റെ ആളല്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കിട്ടുന്ന പൈസ മൊത്തം KSFE ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പണ്ടേ സേവ് ചെയ്യേണ്ടായിരുന്നു. ആകെയുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ FD ഇട്ടത് മാത്രം. ആര് പറഞ്ഞു നീ പറ്റില്ലാന്ന്? നിന്റെ ഒരു FD ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വളർത്താലോ. അതെങ്ങനെ? നീ ആ ഫണ്ട് എടുത്തിട്ട് KSFE ഒരു മുടക്കച്ചിട്ടി കയറി. മുടക്കച്ചിട്ടിയോ? അതെന്തുവാ? ഈ മുടക്കച്ചിട്ടി എന്ന് വെച്ചാൽ ആരെങ്കിലും തുടങ്ങി വെച്ച ചിട്ടിയായിരിക്കും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ ചിട്ടി തുടങ്ങിയപ്പോൾ മുതലുള്ള മാസത്തവണ അടച്ച് നമുക്ക് ആ ചിട്ടി ചേരാം. ഓ, അത് തന്നെ. മുടക്കച്ചിട്ടി കാരണം നിനക്ക് നേരത്തെ വിളിച്ചെടുക്കാൻ പറ്റും. ആ പൈസ എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ പലിശ വെച്ചിട്ട് നിനക്ക് KSFE വേറൊരു ചിട്ടിക്കും ചേരാം. KSFE വന്ദനം പദ്ധതി ഉള്ളത് കാരണം 60 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 8.75% വരെ പലിശയും കിട്ടും. ഇത് കൊള്ളാലോ. ഞാൻ എന്റെ ഓൾ ഇന്ത്യ ട്രിപ്പിന് എങ്ങനെ പൈസ കണ്ടെത്തുന്ന ആലോചിച്ചിരിക്കുന്നു. അപ്പൊ നീ എങ്ങോട്ടാ? മസനഗുഡി വഴി ഊട്ടി. സൂപ്പർ. ബിന്ദു ടീച്ചറെ റിട്ടയർ ആയല്ലേ? ടീച്ചറിനെ കണ്ട ആരെങ്കിലും പറയൂ റിട്ടയർ ആയെന്ന്? റിട്ടയർഡ് ആയിട്ട് 6 മാസമായി മാഷേ. മനസ്സമാധാനം ഉണ്ടെങ്കിലേ പ്രായം കൂടില്ല. ഈ മനസമാധാനം കടയിൽ നിന്ന് കഴിക്കാൻ കിട്ടൂ ടീച്ചറെ. അങ്ങനെ ആയിരുന്നെങ്കിൽ വല്ല പാടും ഉണ്ടായിരുന്നോ? മാഷിന്റെ കോമഡിക്കൊന്നും ഒരു മാറ്റമില്ലല്ലോ. എന്റെ മാഷേ, ഞാനില്ലേ എന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എല്ലാം KSFE നേട്ടം സ്കീമിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മറ്റു ഒരിടത്തും കിട്ടാത്ത അധിക നേട്ടാണ് KSFE. 444 ദിവസത്തിന് 8.5% പലിശയും കിട്ടും. പിന്നെ നമ്മുടെ KSFE ആയതുകൊണ്ട് 100% സുരക്ഷിതമാണ്. ഇതാണ് മാഷേ എന്റെ മനസ്സമാധാനം. മനസ്സിലായോ മാഷിന്? ശരി ടീച്ചറെ. ശരി. KSFE നേട്ടം പ്ലസ് പദ്ധതിയിൽ 444 ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ നേടാം. കൂടാതെ ചിട്ടിപ്പണം നിക്ഷേപിക്കുന്നതിന് 8.75% പലിശയും നേടാം. KSFE നിക്ഷേപങ്ങൾക്ക് ഇനി അധിക നേട്ടം.
പണം പോട്ടെ, അവർ വരട്ടെ. ഈ കിട്ടുന്ന പൈസ മുഴുവൻ ചെലവാക്കി കളയാതെ കുറച്ച് സേവ് ചെയ്തൂടെ? എടാ സേവ് ചെയ്താൽ ഐഫോൺ മേടിക്കാൻ പറ്റൂ. സേവും ചെയ്യാം, ഐഫോണും നേടാം. ഹൗക്കം? KSFE ഗാലക്സി സിറ്റിയിൽ ചേർന്ന് സേവും ചെയ്യാം, ഐഫോണും നേടാം. ഐഫോൺ മാത്രമല്ല, ബെൻസ് കാറും ഇന്നോവയും ഒക്കെ നേടാം. KSFE ഗാലക്സി സിറ്റിയിൽ ചേർന്ന് ഇനി പണം പോവാതെ പവർ വരും. ആരോട് പറയാം? എടാ ഒന്നും ഓർഡർ ആക്കിയതല്ല, KSFE പോകാൻ ക്യാബ് ബുക്ക് ചെയ്തത്. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. KSFE പ്രീമിയം ഗോൾഡ് ലോൺ. താരതമ്യങ്ങളില്ലാത്ത സ്വർണ്ണപ്പണയ വായ്പ. സ്വർണ്ണവിലയുടെ 85% വരെ മിതമായ നിരക്കിൽ നിമിഷങ്ങൾ കൊണ്ട് ലഭിക്കുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ശ്രമമല്ലെന്നറിയാമല്ലോ. ഇത് ശരിയാവും. ശരിയായ പറ്റു കേട്ടത്തി. നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ. രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കണം. എത്താം. വീണു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ പറയണം കേട്ടോ. ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം. അമ്മയുടെ ഡയലോഗ് ഇലക്കി, പക്ഷെ എങ്ങനെ കൊടുക്കും? KSFE ചിട്ടി ചേർന്നത് വെറുതെയാ? വെറും ഡയലോഗല്ല, കൊടുക്കും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ശ്രമമല്ലെന്നറിയാമല്ലോ. ഇത് ശരിയാവും. ശരിയായ പറ്റു കേട്ടത്തി. നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ. രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കണം. എത്താം. വീണു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ പറയണം കേട്ടോ. ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം. കട്ട്ലറ്റ് പൊളിച്ചു കേട്ടോ. അച്ഛന്റെ ഹോട്ടലെ പോലെ അല്ല. ഓ, എന്നാലും അനിയൻ ആരുടെ സഹായം ഇല്ലാതെ ബിസിനസ് സക്സസ് ആക്കിയല്ലോ. ആരുടെയും സഹായമില്ലെന്നാ? വീണു പോകുന്നൊരവസ്ഥ വന്നാ വിളിക്കണമെന്ന് ഏട്ടത്തി അന്നൊരു വാക്ക് പറഞ്ഞ ഓർമ്മയില്ലേ? ആ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത്. KSFE ചിട്ടിയുള്ള ധൈര്യത്തിലാ ഞാൻ ആ വാക്ക് പറഞ്ഞത്. വെക്കേഷന് ടൂർ പോകുമ്പോ ഏടത്തെയും മോനെയും കൂടി വിളിക്കാലോ അല്ലേ? അതിന് ഈ കാറൊന്നും പറ്റില്ലല്ലോ. പുതിയ ബെൻസ് കാർ ആയാലോ? മെഗാ സമ്മാനം ബെൻസ് കാറാ. 17 ഇന്നോവ ക്രിസ്റ്റയാണ് രണ്ടാം സമ്മാനം. നിങ്ങൾ സർപ്രൈസ് ഇടാണ്ട് കാര്യം പറ. KSFE ഗാലക്സി ചിട്ടിയുടെ കാര്യമാണ്. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഇതെന്താ പൊന്നാണോ തൂക്കുന്നേ? ആ വലിയ മീനെടുത്തങ്ങ് വെക്ക് ചേച്ചി. ഉള്ള പൊന്നൊക്കെ പണയം വെച്ചിട്ടാ മോളെ ഈ പണിക്കിറങ്ങിയത്. കൊള്ള പലിശയാന്നേ. ഞാനൊരു വഴി പറയട്ടെ. ഈ മാസം 15-ാം തീയതി കഴിഞ്ഞ ശമ്പളം മടുത്തു. നിന്റെ ജ്യൂസയുടെ പ്ലാനൊക്കെ എന്തായി? അതിന് കാശ് വേണ്ടേ? ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്തേച്ചി? അതെ, സാലറി മനഃപൂർവ്വം ഡിലേ ചെയ്യുന്നല്ലോ കേട്ടോ. കുറഞ്ഞ പലിശയ്ക്ക് കുറച്ച് ഫണ്ട് നോക്കുന്നുണ്ട്. അപ്പം അല്ലേ ശരിയാക്കാം. ഞാനൊരു വഴി പറയട്ടെ സർ. എന്താ? ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? ഈ കയ്യും വെച്ചോ, എല്ലാം ഭേദമായിട്ട് പോയാൽ മതി. പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFE സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ. മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. സ്വർണ്ണമൊക്കെ എടുത്ത് KSFE വെച്ച് കേട്ടാ ഇപ്പൊ മനസമാധാനം ഉണ്ട്. ബുദ്ധിയുള്ളവർ എല്ലാ കാര്യവും ശ്രദ്ധിച്ചേ ചെയ്യൂ എന്നതാണ് ഈ കഥയിലെ ഗുണപാഠം. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടാളേണ്ട. സ്വർണം KSFE അല്ല പിന്നെ സ്വർണ്ണ വിലക്കിലിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ശ്രമമല്ലെന്നറിയാമല്ലോ. ഇത് ശരിയാവും. ശരിയായ പറ്റു കേട്ടത്തി. നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ. രണ്ടാളും കൂടെ അങ്ങ് എത്തിയേക്കണം. എത്താം. വീണു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ പറയണം കേട്ടോ. ആവശ്യമുള്ള ഫണ്ട് ഞാൻ തരാം. അമ്മയുടെ ഡയലോഗ് ഇലക്കി, പക്ഷെ എങ്ങനെ കൊടുക്കും? KSFE ചിട്ടി ചേർന്നത് വെറുതെയാ?
വെറും ഡയലോഗല്ല, കൊടുക്കും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കട്ട്ലറ്റ് പൊളിച്ചു കേട്ടോ. അച്ഛന്റെ ഹോട്ടലെ പോലെയല്ല. എന്നാലും അനിയൻ ആരുടെ സഹായം ഇല്ലാതെ ബിസിനസ് സക്സസ് ആക്കിയല്ലോ. ആരുടെയും സഹായമില്ലെന്നാ വീണു പോകുന്നൊരവസ്ഥ വന്നാ വിളിക്കണമെന്ന് നേട്ടത്തെ അന്നൊരു വാക്ക് പറഞ്ഞ ഓർമ്മയില്ലേ? ആ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത്. KSFE ചിട്ടിയുള്ള ധൈര്യത്തിലാ ഞാൻ ആ വാക്ക് പറഞ്ഞത്. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. എടോ, എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഈ ജ്ഞാപകം പോലുള്ള കോമ്പോസിഷൻ എനിക്ക് ഇനി വരുമോ? എവിടെ നിന്ന് വരാൻ? അന്തസ്. ഈ പാട്ട് പാടിയിട്ടല്ലേ പണ്ട് ഇവൻ രേഷ്മേനെ വളച്ച്. ദൈവം സഹായിച്ച് നമുക്കതിനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഇയാള് പിന്നെ രാഷ്ട്രീയ കളിച്ച് ഭയങ്കര ഗൗരവത്തിൽ നടക്കുമല്ലായിരുന്നു. പണ്ടത്തെ പുലി വീട്ടിലിപ്പോ എലിയാന്നാ നീ ഇത് പറഞ്ഞ. ഈ വിളക്കുണ്ട്. ആ വാ വാ, അടിച്ചു കയറി വാ. സോറി മക്കളെ, വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നീ പുതിയ വണ്ടി എടുത്താ? ഞാൻ ആ സെഡാനം കൊടുത്തിട്ട് ഒരു SUV അങ്ങ് എടുത്ത്. ഒരേ സ്ഥലത്ത് പഠിച്ച് ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്തു. എന്നിട്ട് നിനക്ക് മാത്രം ഇവിടെ നടാവോ ഇത്രയും പൈസ? അവൻ പണ്ടേ സേവിങ്സിന്റെ ആളല്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കിട്ടുന്ന പൈസ മൊത്തം KSFE ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പണ്ടേ സേവ് ചെയ്യേണ്ടായിരുന്നു. ആകെയുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ FD ഇട്ടത് മാത്രം. ആര് പറഞ്ഞു നീ പറ്റില്ലാന്ന്? നിന്റെ ഒരു FD ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വളർത്താലോ. അതെങ്ങനെ? നീ ആ ഫണ്ട് എടുത്തിട്ട് KSFE ഒരു മുടക്കച്ചിട്ടിക്ക്. മുടക്കച്ചിട്ടിയോ? അതെന്തുവാ? ഈ മുടക്കച്ചിട്ടി എന്ന് വെച്ചാൽ ആരെങ്കിലും തുടങ്ങി വെച്ച ചിട്ടിയായിരിക്കും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ ചിട്ടി തുടങ്ങിയപ്പോൾ മുതലുള്ള മാസത്തവണ